നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ ശരിക്കും നമുക്ക് ഗുണകമാണോ ദോഷമാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ആരാധനാലയങ്ങളെല്ലാം ഏത് മതത്തിൻ്റെ ആണെങ്കിലും നല്ല ഗുണത്തിന് വേണ്ടി തന്നെയാണ് ദൈവം അനുവദിച്ച് വച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തികളുണ്ട്. എവിടെയാണെങ്കിലും, ഇപ്പം മുസ്ലിം പള്ളിയാണെങ്കിലും അവിടെയൊക്കെ അവർ വിശ്വസിക്കുന്നത് പോലുള്ള ചില മലക്കുകളൊക്കെ അവിടെ അവരെ സഹായിക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ വരുന്ന ജനങ്ങളുടെ മനസ്സനുസരിച്ച്, അവരുടെ പ്രവൃത്തി അനുസരിച്ച് മിക്ക സ്ഥലങ്ങളും നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ശക്തികൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ നമ്മളെ സഹായിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചുരുങ്ങി ആ എനർജീസൊക്കെ വളരെ കുറഞ്ഞ് ബാക്കി നെഗറ്റീവ് ശക്തികളാണ് പവർഫുള്ളായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും അല്ലെങ്കിൽ ഭക്തി മൂത്ത് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന പോസിറ്റീവ് ശക്തികൾ ഒരു 10-20% ബാക്കി നമ്മളിലേക്ക് വരുന്നത് അത്രയും നെഗറ്റീവ് ശക്തികളായിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, അമ്പലങ്ങളും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ കറങ്ങി എൻ്റെ വിഷയങ്ങൾ മാറാൻ വേണ്ടിയിട്ട് തീർത്ഥാടനം പോലെയൊക്കെ പല സ്ഥലങ്ങളൊക്കെ പോയിട്ടൊക്കെ വന്നു. വിഷയങ്ങളും പ്രശ്നങ്ങളും വന്നതിന് ശേഷം കൂടി എന്ന് പറയുന്ന ചിലർ ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അവരെന്തോ വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തോ പ്രശ്നം പറ്റിയതിൻ്റെ പേർത്ത് അവർക്ക് പ്രശ്നങ്ങൾ കൂടിയെന്നാണ് അവരുടെ വിചാരം. പക്ഷേ അതുകൊണ്ട് ഇല്ലെന്നല്ല. എന്നാൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ശക്തികളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പോസിറ്റീവിനൊന്നും ഒരു ശക്തിയില്ലാതെ എവിടെയൊക്കെ ഒതുങ്ങിയിരിപ്പുണ്ട്. നാളെ സമയത്ത് ദൈവം ചിലപ്പോൾ അതെല്ലാം മാറ്റി ദൈവം തന്നെ തിരിച്ച് പോസിറ്റീവ് ആക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മിക്കതും നെഗറ്റീവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ കച്ചവടങ്ങൾ ആക്കി മാറ്റി ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അറിയാലോ, ആൾക്കാരെ പറ്റി ഇപ്പോൾ ബിസിനസ്, ഇങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ഇവിടെ എല്ലാം ഇപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി കൂടുതൽ വിഷയങ്ങൾ വരുന്തോറും ജനങ്ങൾ പഴിക്കുന്നത് അത്രയും ദൈവത്തിനെയാണ്. ദൈവമില്ല എന്നും ദൈവത്തിന് ശക്തിയില്ല എന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും ദൈവം സകലമാന ആൾക്കാരും ദൈവത്തെയാണ് പ്രവൃത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സത്യങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ എന്നാൽ അവരുടെയൊക്കെ ഉള്ളിലൂടെ ദൈവം തന്നെ അവരുടെ ആത്മാവിലൂടെ ചില ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ ശരിയല്ല, പണ്ടത്തെ പോലല്ല, ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെയായി, അതപ്പതിച്ച് പോയി എന്നൊക്കെ ഉള്ളിൽ കിട്ടിയാലും ഇത്രനാളും പൊക്കിക്കൊണ്ടിരുന്നതല്ലേ, വീട്ടുകാരും പൊക്കിക്കൊണ്ടിരുന്നതല്ലേ, അവരെന്ത് വിചാരിക്കും, എന്നാലും പോയില്ലെങ്കിൽ ശരിയാവില്ലേ, എങ്ങനെ ശരിയാകും എന്നൊക്കെ വിചാരിച്ച് സഹിച്ച് ഇപ്പോഴും അങ്ങോട്ട് വലിഞ്ഞേറി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകും തോറും അവിടെ നിന്ന് നെഗറ്റീവ്സും കൂടിയാണ് വലിച്ചു കയറി വരുന്നത്. ഇപ്പം ചില വ്യക്തികൾ ദൈവത്തിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് ഓരോ മതത്തിലൊക്കെ പല വേഷങ്ങളൊക്കെ ധരിച്ച് ആൾക്കാരെ അസുഖം മാറ്റാനും പ്രശ്നം മാറ്റാനും ഇരിപ്പുണ്ട്. ഈ ശക്തികൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരിലേക്ക് ആൾക്കാർ കൂടുതൽ വരാൻ വേണ്ടി ഈ ചെല്ലുന്ന വ്യക്തികളിലേക്ക് ചില അത്ഭുതങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും. പക്ഷേ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കില്ല, ഏതോ നെഗറ്റീവ് ശക്തികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വ്യക്തി ഉടനെ അങ്ങ് വിശ്വസിച്ചും കൊണ്ട് ഈ വ്യക്തി പിന്നെ അവിടെ തന്നെ ചെല്ലും. അപ്പോൾ നെഗറ്റീവ് ശക്തികൾ തന്നെ രോഗത്തിന് ചില മാറ്റങ്ങളൊക്കെ ഇവർ ഈ നെഗറ്റീവ് ശക്തികൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് ആൾക്കാരെ കബളിപ്പിച്ചും കൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളുടെ കീഴിലാണ് പല ആൾക്കാരെയും ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവരുടെ വിഷയങ്ങളൊന്നും പൂർണ്ണമായി മാറുകയില്ല. ഇവർ ശരിക്കും ആ ദൈവത്തിലോട്ട് എത്തുകയില്ല. കാരണം ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾ അവരുടെ എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് നമുക്ക് തന്നെ അറിയാം. അവരുടെ പ്രവൃത്തി, അവരുടെ ജീവിത രീതി, അവരുടെ ശൈലി, അവരുടെ കൂടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്തോ ഒരു വശപ്പശക്കില്ലേ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിൽ വരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടി നമ്മൾ പിന്നെയും ഇത്തരക്കാരെ തന്നെ പോയി ആശ്രയിക്കും. ഈ ജ്യോത്സ്യരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതലും ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പലതും ഞാനും കുറച്ച് ജ്യോതിഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ എന്തൊക്കെ പില്ല് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച് സാറ് തന്നെ പറഞ്ഞു തന്ന പല കാര്യങ്ങളും കേട്ടാണ് ഞാൻ ഈ പരിപാടി മതിയാക്കിയത്. ഇത് വെറും കള്ളത്തരമാണെന്ന്, കള്ളത്തരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ചില കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആ സാറ് അല്ലെങ്കിൽ ആ ഗുരു എന്നോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എനിക്ക് ഏതാണ്ട് മനസ്സിലായി.
അപ്പൊ ഇങ്ങനെ പല ആൾക്കാരും ജനങ്ങളെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇരിക്കുന്ന മിക്കവരും ശരിക്കും ജനങ്ങളെ കബളിപ്പിച്ച് അവർ നന്നായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ കാലത്ത് ദൈവം ആത്മീയമായി ഉയര് എന്ന് സകലവരോടും പറയുന്നത്. എന്നിലൂടെ ദൈവം ആ സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു സംഗതിയൊന്നും ഇനി അങ്ങനെ ഒരു പ്ലാൻ ദൈവത്തിന് ഇല്ല. ഭയങ്കരമായൊരു അത്ഭുതങ്ങൾ ചെയ്ത് ആൾക്കാർ അസുഖം മാറ്റി കൊടുക്കുന്ന പരിപാടി ആ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ തിന്മയുടെ ശക്തി അത്യധിക ശക്തിയായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നൊരു അത്ഭുതം നേടിയാലും നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് മാറി തിരിച്ച് വീട്ടിൽ വരികയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ അത്ഭുതം എല്ലാം അപ്പോഴേ തന്നെ മാറിപ്പോവും. പക്ഷേ ഓരോ വ്യക്തികളും ആത്മീയമായി വളർന്ന് ആ ദൈവമായൊരു ബന്ധം ഉണ്ടാക്കിയാൽ അവനിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ അവനെ അറിയാനും പറ്റുകയുള്ളൂ. കിട്ടിയ കാര്യങ്ങളൊന്നും പിന്നെ നമ്മളെ നഷ്ടപ്പെടുകയില്ല. നമുക്ക് പിന്നെ ഉയർച്ച തന്നെയായിരിക്കും. ദൈവം എപ്പോഴും മനുഷ്യനെ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാനും നല്ലൊരു ഉയർച്ചയും പ്ലാൻ ചെയ്ത് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഉയർച്ച അമിതമായ പണവും അല്ലെങ്കിൽ ഭയങ്കരമായ ആർഭാട ജീവിതം അതൊന്നുമല്ല. മനസമാധാനമായ ജീവിതം. ഇപ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ ഇത്രയുണ്ടെങ്കിൽ ഇത്ര, പക്ഷേ അതെല്ലാം കറക്റ്റ് ആയിരിക്കും. കയ്യിരിക്കുന്ന കാശ് അനാവശ്യമായി നഷ്ടപ്പെടില്ല, ഇല്ലാത്ത മാറാ രോഗങ്ങൾ വരില്ല. ഇങ്ങനെയുള്ള പല കാര്യത്തിലും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വന്ന ഒരു മനുഷ്യന് ഭൂമിയിൽ ഒരു സുഖജീവിതമാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് പലർക്കും ഇപ്പൊ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നല്ല ദൈവത്തോട് ഭയങ്കര ആത്മാർത്ഥതയും നല്ല ഭക്തിയുള്ള പലർക്കും ഇതെല്ലാം നശിച്ചു കിടക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് അവരുടെ അടുത്തെല്ലാം ദൈവമായി ഉയര്, തന്നെ വളർന്നു വാ, ദൈവമായി ബന്ധം ഉണ്ടാക്കുക എന്ന് ദൈവം പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ മറ്റു മതങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ട് വേഷഭൂഷാദികളോടുകൂടി മനുഷ്യരെ അട്രാക്ട് ചെയ്യുന്ന ആരെങ്കിലും അടുത്ത് നിന്നും ഇനി പോകരുത്. വെറുതെ പോയി നമ്മൾ ഉള്ള നെഗറ്റീവും കൂടെ വലിച്ചു കയറ്റുന്നതല്ലാതെ ശരിക്കും നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഇനി മാറാൻ പോകുന്നില്ല. ഇത് ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. ഇത്തരക്കാരെയൊക്കെ ഇനി ദൈവം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ശിക്ഷിച്ചു തുടങ്ങും. ആൾക്കാരെ പറ്റിക്കുന്നതിന്റെ ശിക്ഷ അവർക്ക് കിട്ടും. പക്ഷെ ഒരു വിഭാഗം ജനത്തെ ദൈവത്തിന് ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കി അവരിലേക്ക് ഉപയോഗിക്കാനും ദൈവത്തിന് പ്ലാനുണ്ട്. ശരിക്കും ജനങ്ങളെല്ലാം ആ ദൈവത്തിലോട്ടെത്തി രക്ഷപ്പെടട്ടെ. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. ഓക്കെ.